എന്ത് കറി വെച്ചാലും അതിനൊരു പൂർണ്ണത വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കടുക് താളിച്ചിട്ടാൽ മാത്രമേ വരുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്കാണെങ്കിൽ കടുക് താളിച്ചൊഴിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ വെള്ളച്ചമ്മന്തിയാണ്, വെള്ളച്ചമ്മന്തിയിലും കടുക് താളിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ താളിപ്പിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് സാമ്പാറിലേക്ക് കടുക് താളിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകിട്ട് കൊച്ചുള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയിട്ട് ഇത്രയും സംഭവങ്ങൾ ചേർന്ന് വരുമ്പോഴേ, പ്രത്യേകിച്ച് കൊച്ചുള്ളിയും കൂടെ വരുമ്പോഴേ ആ ഒരു മണം കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ ആ ഒരു എന്താ പറയുക ആ ഒരു കറിയായിട്ട് നമുക്ക് കൂട്ടാനായിട്ട് പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഈ ദോശക്കെല്ലാം ആയതുകൊണ്ട് നമുക്ക് 4 or 5 ദോശ വരെ ഉണ്ടാക്കാം. ചെറിയ ദോശ, നമ്മൾ തട്ടുദോശയുടെ മോഡൽ ദോശ ഉണ്ടാക്കണമെങ്കിൽ 5 ദോശ ഉണ്ടാക്കാം. കുറച്ചും കൂടി വലിപ്പത്തിനാണെങ്കിൽ 4 ദോശ ഉണ്ടാക്കാം. ഇനി അതിൽ തന്നെ ഒരു ഓംലേറ്റും കൂടെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശയും വെള്ളച്ചമ്മന്തിയും സാമ്പാറും ഓംലേറ്റും പോരെ, ഇത്രയും മതിയല്ലോ അല്ലേ രാവിലെ കഴിക്കാനായിട്ട്.